ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഒമാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നൽകിയ വിശിഷ്ട സംഭാവനകൾക്കാണ് പുരസ്കാരം. വികസിത് ഭാരത് ജി റാംജി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ശൈത്യകാല സമ്മേളനത്തിന് നാളെ സമാപനമാകും. ഇന്ത്യയുടെ സൈനിക മികവും പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വ്യോമസേന കമാൻഡേഴ്സ് കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം. SIR എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ സംസ്ഥാനത്ത് 100% പൂർത്തിയായി. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് സമാപനം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. മസ്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാൻ സുൽത്താനേറ്റിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം ശ്രീ മോദിക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സമ്മാനിച്ചു. ഇന്ത്യ ഒമാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നൽകിയ വിശിഷ്ട സംഭാവനകൾക്കാണ് പുരസ്കാരം. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ദീർഘകാല സൗഹൃദത്തിന് പുരസ്കാരം സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെയും ഒമാനിലെയും ജനങ്ങൾക്കിടയിലെ ഊഷ്മള ബന്ധത്തിനുള്ള ആദരമാണ് പുരസ്കാരമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സന്ദർശനത്തിന്റെ ഭാഗമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയിലെ വിവിധ തൊഴിൽ മേഖലകൾക്ക് നിരവധി അവസരങ്ങൾ കരാറിലൂടെ ലഭ്യമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ സുൽത്താനേറ്റിന്റെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ വാണിജ്യമന്ത്രി ഖൈസ് അൽ യൂസഫുമാണ് കരാറിൽ ഒപ്പുവച്ചത്. വൈവിധ്യമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹജീവനത്തിന്റെയും സഹകരണത്തിന്റെയും മാതൃകയാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇന്ത്യൻ പൗരന്മാർ വൈവിധ്യത്തെ ബഹുമാനിക്കുന്നവരാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत में हमारी डाइवर्सिटी हमारी संस्कृति का मजबूत आधार है. हमारे लिए हर दिन एक नया रंग लेकर के आता है. हर मौसम एक नया उत्सव बन जाता है. हर परंपरा एक नई सोच के साथ आती है. और यही कारण है कि हम भारतीय कहीं भी जाए, कहीं भी रहे, हम डाइवर्सिटी का सम्मान करते हैं. മസ്കറ്റിൽ നടന്ന ഇന്ത്യ ഒമാൻ വ്യാപാര ഉച്ചകോടിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്തു. വിശ്വാസവും സൌഹൃദവുമാണ് ഇന്ത്യ ഒമാൻ ബന്ധത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒമാൻ, ജോർദാൻ, എത്യോപ്യ ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി ശ്രീ മോദി അല്പസമയം മുൻപ് ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ 2025 ലോക്സഭ പാസാക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് പുതിയ ബിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. 2047ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബിൽ പ്രതിവർഷം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കാര്യക്ഷമമായാണ് നടപ്പാക്കിയതെന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. UPA സർക്കാർ ചെലവഴിച്ചതിലും അധികം തുക മോദി സർക്കാർ പദ്ധതിക്കായി വിനിയോഗിച്ചതിനു പുറമെ വനിതാ പ്രാതിനിധ്യവും 56% വർദ്ധിപ്പിച്ചു. പദ്ധതിയിൽ സുതാര്യതയും കൂടുതൽ തൊഴിൽ അവസരങ്ങളും സൃഷ്ടിച്ച് വികസിത് ഭാരത് ജി റാംജി ബിൽ ഗ്രാമങ്ങളെ വികസിതമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. हम पैसा बचाना नहीं चाहते, हम रोजगार देना चाहते हैं, गांव को विकसित बनाना चाहते हैं. इसलिए इसी साल बजट में प्रस्तावित है 1,51,282 करोड़ रुपया. और ये रुपया कहाँ जाएगा? ये मजदूरों को मजदूरी के लिए भी जाएगा, ये गांव के विकास के लिए भी जाएगा. अकेले भारत सरकार 95,600 करोड़ रुपया खर्चा करेगी. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടെയാണ് ലോക്സഭ ബിൽ പാസാക്കിയത്. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെയാണ് സമാപനമാകുക.
ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആണവോർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ആണവോർജ്ജ നിയന്ത്രണ ബോർഡ് രൂപീകരിക്കാനും ആണവോർജ്ജ പരിഹാര ഉപദേശക സമിതി, നഷ്ടപരിഹാര നിധി എന്നിവ സ്ഥാപിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഊർജ്ജ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി ബിൽ അവതരിപ്പിച്ച ആണവോർജ്ജ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആണവ മേഖലയെ സംയുക്ത സംരംഭങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചതായി വ്യക്തമാക്കിയ അദ്ദേഹം സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും പറഞ്ഞു. ആണവോർജ്ജ വികസനം പൊതുമേഖല കേന്ദ്രീകരിച്ച് ആയിരിക്കണമെന്നും സ്വകാര്യ മേഖല ഈ രംഗത്തേക്ക് കടന്നുവരുന്നത് ശാസ്ത്രജ്ഞരുടെ ഇച്ഛാശക്തി കെടുത്തുമെന്നും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. വികസിത് ഭാരത് ജി റാംജി ബിൽ രാജ്യസഭ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. കേരളത്തിൽ ദേശീയപാത 66 മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള റിറ്റൈനിംഗ് ഭിത്തിയോട് കൂടിയ ഉയരപാതയ്ക്ക് പകരം പില്ലറുകളിൽ തീർത്ത കോൺക്രീറ്റ് ഉയരപാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും നവീകരണത്തിനായി 2539.61 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയൊരുക്കി കേന്ദ്ര സർക്കാർ. 2022-25 കാലയളവിൽ സർക്കാർ ഇതര പരസ്യ വിഭാഗത്തിൽ ആകാശവാണിയും ദൂരദർശനും ആകെ നേടിയ വരുമാനം 587.78 കോടി രൂപയാണെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L. മുരുകൻ ലോക്സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ സൈനിക മികവും പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വ്യോമസേന കമാൻഡേഴ്സ് കോൺക്ലേവിനെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ ശ്രീ രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഭാവിയിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള പാഠങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് ഉൾക്കൊള്ളാൻ അദ്ദേഹം കമാൻഡർമാരോട് ആഹ്വാനം ചെയ്തു. 21ാം നൂറ്റാണ്ടിൽ യുദ്ധമെന്നത് ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടം മാത്രമല്ലെന്നും സാങ്കേതിക വിദ്യയുടെയും ആശയങ്ങളുടെയും ഏറ്റുമുട്ടൽ കൂടിയാണിതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായി. എന്യൂമറേഷൻ ഫോമുകളുടെ ശേഖരണം ഇന്ന് അവസാനിച്ചു. കരട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അഭ്യർത്ഥിച്ചു. ഇന്ന് അർദ്ധരാത്രി 12 മണിയോട് കൂടി നമ്മുടെ എനുമറേഷൻ ഫേസ് പൂർത്തിയാവുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടി തന്നെ നമ്മുടെ 100% ഡിജിറ്റൈസേഷൻ നമ്മൾ കേരളത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. പിന്നെ ഡ്രാഫ്റ്റ് റോള് നമ്മൾ 23-ാം തീയതി ഡിസംബറാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിന് സമയമുണ്ടാവും. ആ സമയത്ത് വോട്ടേഴ്സിനും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ BLAസിന് അവർക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് അവർക്ക് കൊടുക്കാം. പുതിയതായിട്ടുള്ള വോട്ടേഴ്സിന് ഫോം 6 കൊടുത്തിട്ട് ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ ഡിക്ലറേഷൻ ഫോമോട് കൂടി ഫോം 6 either ഓൺലൈനിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് വേണമെങ്കിൽ അത് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം. കേരളം, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഹർജി ജനുവരി 6-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ സമാപനം. തിരുവനന്തപുരം നിശാഗന്ധിയിൽ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ സുവർണ ചകോരം, രജത ചകോരം തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഓഡിയൻസ് പോളിൽ പ്രേക്ഷകർക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണിവരെ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ മൈ ആയുഷ് ഇന്റഗ്രേറ്റഡ് സർവീസ് പോർട്ടൽ ഉൾപ്പെടെ നിരവധി സുപ്രധാന സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആയുഷ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരത്തിനായി ആഗോളതലത്തിൽ വിഭാവനം ചെയ്ത ആയുഷ് മാർക്ക് അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. ക്രിസ്മസ് പുതുവത്സര തിരക്ക് നിയന്ത്രിക്കുന്നതായി ഇന്ത്യൻ റെയിൽവേ 9 സോണുകളിലായി 138 പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തും. 650 ട്രിപ്പുകളാണ് ഇക്കാലയളവിൽ അധികമായി നടത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നൽകിയ വിശിഷ്ട സംഭാവനകൾക്കാണ് പുരസ്കാരം.
വികസിത് ഭാരത് ജി റാംജി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ശൈത്യകാല സമ്മേളനത്തിന് നാളെ സമാപനമാകും. ഇന്ത്യയുടെ സൈനിക മികവും പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വ്യോമസേന കമാൻഡേഴ്സ് കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം. SIR എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ സംസ്ഥാനത്ത് 100% പൂർത്തിയായി. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.